ഹായ്, ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. നമ്മളെല്ലാവരും ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി യൂട്യൂബിലൊക്കെ കുറച്ച് വീഡിയോ ഇടുന്ന ആൾക്കാരാണല്ലേ. അപ്പോൾ അങ്ങനെ വീഡിയോ ഇടുന്നവരായിരിക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാൻ ശ്രമിക്കുന്നത്. കാരണം നമ്മൾ വീഡിയോ ഇട്ട് മോണിറ്റൈസേഷനായി നമുക്ക് ആ തുക പിൻവലിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ നമ്മുടെ ആഡ്സൻസ് അക്കൗണ്ടും കാര്യങ്ങളും ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു കോളത്തിൽ ഒരു കാര്യം ചോദിക്കും. സ്വിഫ്റ്റ് BIZ കോഡ്. സോ എല്ലാവർക്കും ഈ സ്വിഫ്റ്റ് BIZ കോഡ് നമ്മൾ ഇനി ബാങ്കിൽ പോയി ചോദിക്കണോ, ഇല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് കളക്ട് ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറിച്ച് സംശയം ഉണ്ടാവും. സോ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഈ സ്വിഫ്റ്റ് BIZ കോഡ് കണ്ടെത്താം എന്നുള്ള കാര്യമാണ്. അത് എൻട്രി ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അതിൽ സബ്മിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം നമ്മുടെ യൂട്യൂബിൽ ലഭിക്കുന്ന പൈസ എന്ന് പറയുന്നത് ഡോളറിലാണ്. സോ നമുക്ക് പുറത്തു നിന്നാണ് ഈ എമൗണ്ട് ട്രാൻസ്ഫർ ആയിട്ട് കിട്ടുന്നത്. സോ അത് നമ്മുടെ കൺട്രിയിലേക്ക് വരുമ്പോൾ ഏത് ഏരിയ ആണ്, ലൊക്കേഷൻ ആണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്വിഫ്റ്റ് BIZ കോഡ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ സ്വിഫ്റ്റ് BIZ കോഡ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ എഴുതിയിരിക്കുന്ന പോലെ സ്വിഫ്റ്റ് കോഡ് ഫൈൻഡർ എന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ രണ്ടാമത്തെ ഓപ്ഷൻ കണ്ടോ, സ്വിഫ്റ്റ് കോഡ് സെർച്ച് ആൻഡ് ഫൈൻഡ് ടൂൾസ്, ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലൊരു പേജാണ് വരിക. ഈ പേജിൽ നമ്മളെ കൺട്രി എൻ്റർ ചെയ്യണം. ഞാനിവിടെ ഇന്ത്യ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാങ്ക് ഞാൻ ജസ്റ്റ് കനറ ബാങ്ക് എന്ന് കൊടുക്കാം. ഓക്കെ, കനറ ബാങ്ക് എന്ന് കൊടുത്തു. അത് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റി ഞാൻ പാലക്കാടാണ്. സോ ഞാൻ പാലക്കാട് എന്ന് കൊടുക്കുന്നു. ഓക്കെ, പാലക്കാട്. മൊത്തത്തിൽ പാലക്കാട് താമസിക്കുന്ന എല്ലാവർക്കും ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവും, ഏരിയ ബേസ് തിരിച്ചു കൊടുക്കണ്ട. അങ്ങനെ ആവശ്യമില്ല. പാലക്കാട് എന്ന് കൊടുത്താൽ പാലക്കാടിന് ഒറ്റ സ്വിഫ്റ്റ് BIZ കോഡേ ഉള്ളൂ, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ഉണ്ടാവും, ഇത് പാലക്കാടിന് സ്വിഫ്റ്റ് BIZ കോഡാണ്. നമ്മൾ ഈ കൊടുക്കുന്ന സ്ഥലത്ത് രണ്ടോ അതിലധികമോ ഉണ്ടെങ്കിൽ അത് രണ്ടോ മൂന്നോ ആയിട്ട് താഴ്ത്തേക്ക് വരും. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരെണ്ണം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ ഇതേപോലെ കോപ്പി ചെയ്യാൻ പാകത്തിനായിട്ട് വരും. സോ നമുക്കിതിൽ ഇപ്പൊ നിലവിൽ ഇത് ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് കോപ്പി ചെയ്ത് നമ്മുടെ ഏർണിങ്സിന്റെ പേജിലേക്ക് ആഡ് ചെയ്യാം. പക്ഷെ ഇത് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്വിഫ്റ്റ് കോഡ് എന്നുള്ള സ്ഥലത്ത് ഇവിടെ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും അടുത്തൊരു പേജ് ഓപ്പൺ ചെയ്യാം. അതിൽ സ്വിഫ്റ്റ് കോഡ് കനറ ബാങ്ക് എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ കുറച്ച് താഴ്ത്തിക്ക് വരുമ്പോൾ ഇതേപോലൊരു ഓപ്ഷൻ കാണാം, കനറ ബാങ്ക് സ്വിഫ്റ്റ് കോഡ്. അത് ഏത് ബാങ്കിലാണെങ്കിലും ഈ സിമ്പിള് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഈ സിമ്പിൾ ചെക്ക് ചെയ്യുക, ആ ബാങ്കിന്റെ കൂടെ ഈ സിമ്പിൾ വരും. ജസ്റ്റ് ഇതിൽ കയറുക, ഇല്ലെങ്കിൽ വേറെ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, കയറിയാൽ മതി. എന്നിട്ട് ഇവിടെ താഴെ കണ്ടോ, ഇവിടെ ചെക്ക് എ കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ പറയുന്ന കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യാം, എന്നിട്ട് ചെക്ക് ചെയ്യാം. അപ്പൊ കണ്ടോ, നമ്മളിപ്പോ പാലക്കാടിന്റെ ഡീറ്റെയിൽസ് ആണ് എടുത്തത്. ഇവിടെ കോഡ് ചെക്ക് ചെയ്യുമ്പോൾ കണ്ടോ കറക്റ്റായിട്ട് പാലക്കാട് ഇന്ത്യ കനറ ബാങ്ക് ആണ്. നമ്മൾ ഈ ചെക്ക് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം വന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇത് കൺഫേം ചെയ്യാം, ഇത് നമ്മുടെ കോഡ് തന്നെയാണ് എന്ന്. എന്നിട്ട് നമുക്ക് ഈ പറയുന്ന കോഡ് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോയിട്ട് സ്വിഫ്റ്റ് BIZ കോഡ് ചോദിക്കുന്ന കോളത്തിൽ പേസ്റ്റ് ചെയ്യുക. തൊട്ട് താഴെ നമ്മുടെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യാൻ പറയും, അതിന് തൊട്ട് താഴെ റീ എൻ്റർ ചെയ്യാൻ പറയും. അതിനുശേഷം ജസ്റ്റ് സബ്മിറ്റ് ചെയ്യുക. സബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വെരിഫൈ ചെയ്യും. അപ്പൊ തന്നെ നമ്മൾ അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിന്റെ ലാസ്റ്റ് ഡിജിറ്റ് നമ്പർ അവിടെ എഴുതിയിട്ട് അവർ കാണിക്കും, ഞങ്ങൾ ഈ അക്കൗണ്ടിലേക്കാണ് നിങ്ങളുടെ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് എന്ന് കാണിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ മുകളിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പൈസ റൺ ചെയ്ത് എത്ര രൂപയായി എന്നുള്ള ഡീറ്റെയിൽസും അവിടെ കാണും. സോ നമുക്കിത് അവർ നമുക്ക് ആ പൈസ അയച്ചു തരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ $100 ഉണ്ടായിരിക്കണം. $100 ഉണ്ടെങ്കിൽ മാത്രമേ അവർ ട്രാൻസ്ഫർ ചെയ്തുള്ളൂ. $100 മുകളിൽ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് വിഡ്രോവലിന് വേണ്ടി അപ്ലൈ ചെയ്യാം, നമുക്കത് അക്കൗണ്ടിലേക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ.